റമളാൻ 1-ന് തുടങ്ങിയതല്ലേ ഈ എണ്ണക്കടികൾ കഴിക്കൽ. അപ്പോൾ ഇനി കുറച്ച് ദിവസം എണ്ണക്കടികളൊന്ന് മാറ്റി വെച്ച് ഇതുപോലുള്ള ഐറ്റംസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ആവിയിൽ വേവിച്ച നല്ല അടിപൊളി ഇറച്ചിപ്പത്തിരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ തിരഞ്ഞു നടക്കുന്നവരാണെങ്കിൽ അടിപൊളി ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കിത് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ടാക്കാം, അതുപോലെ തന്നെ പാനിൽ മാവ് ഒഴിച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്കിതിൻ്റെ റെസിപ്പി കാണാം. അപ്പം നമ്മൾ ആദ്യം മസാല കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. നമ്മളിവിടെ 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നമ്മളുടെ ആവശ്യാനുസരണം എടുത്താൽ മതി. നമുക്ക് അളവ് കൂട്ടിയും കുറച്ചൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇത് തലേന്ന് കുതിർത്ത് വെച്ച നെയ്ച്ചോറിൻ്റെ അരിയാണ്, നമ്മുടെ കയമരി എന്ന് പറയൂലേ, ആ അരിയാണ് ഇത് വരുന്നത്. ആ അരി 2 കപ്പ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ 1 കപ്പ് പച്ചരിയും കൂടി കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അതുപോലെ തന്നെ 1/2 കപ്പ് നമ്മുടെ നോർമൽ ചോറ്റരി കേട്ടോ, പച്ചരി ചോറ്റരി മാറിപ്പോയില്ലേ. അപ്പം ഇത് 3ഉം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഇത്ര ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കനെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാണ്. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കുന്ന കേട്ടോ. പിന്നെ നമ്മൾ അരി അരക്കുന്നതിലേക്ക് ചേർക്കുന്നതാണിത്. ഉള്ളി, ചെറിയുള്ളിയാണിത്. ഇത്ര ചെറുതാക്കി അരിയണമെന്നില്ല, കാരണം നമ്മളത് അരയ്ക്കുമ്പോൾ ചേർക്കുന്നതല്ലേ. പിന്നെ ജീരകം, പെരിഞ്ജീരകമാണ്, വലിയ ജീരകം എന്നൊക്കെ പറയൂലേ. പിന്നെ ഗ്രാമ്പൂ, പട്ട. ഈ ഗ്രാമ്പൂ എനിക്ക് ടേസ്റ്റ് കുറവായിരുന്നു, അപ്പോൾ നിങ്ങളൊരു 2 ഗ്രാമ്പൊക്കെ യൂസ് ചെയ്തോളൂ. എങ്ങനെയാണോ എടുക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് 2 കപ്പ് റൈസ് ആണെങ്കിൽ 2 ഗ്രാമ്പൊക്കെ യൂസ് ചെയ്തോളൂ കേട്ടോ. കാരണം ഗ്രാമ്പൂൻ്റെ ടേസ്റ്റൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് നല്ല ഫ്ലേവറായിട്ട് നിൽക്കും ഗ്രാമ്പു ഉണ്ടെങ്കിൽ. നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു പരിവാട്ടോ വേണ്ടത്. നമ്മുടെ ദോശമാവൊക്കെ ഇല്ലേ, ആ ഒരു രൂപത്തിലാണ് വേണ്ടത്. ആ ഒരു കൺസിസ്റ്റൻസി, ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് വെള്ളം പോലെ ആവരുത്, ഈ ഒരു ലെവലിലായിരിക്കണം കേട്ടോ നമ്മുടെ മാവ് ഉണ്ടാവേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ ഗ്രാമ്പൂൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ. പിന്നെ ഇനി നമുക്ക് വേണ്ടത് മസാല സെറ്റാക്കി എടുക്കലാണ്. നമ്മൾ നോർമലി ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെയുള്ള മസാല മതി. നമ്മൾ നേരത്തെ കാണിച്ചു വെച്ച ഇൻഗ്രീഡിയൻസ് മൊത്തം അരിഞ്ഞു വെച്ചതാണ്. ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, പിന്നെ കരിവേപ്പില. പിന്നെ നമ്മളൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നോർമലി മസാല വാട്ടിയെടുക്കൂലേ നമ്മൾ സമൂസക്ക്, അതുപോലെ തന്നെ നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇതൊക്കെ റോ എടുക്കാൻ നോക്കുക, അതാ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകുന്നത്. നമ്മൾ നോർമലി കടയിൽ നിന്ന് വാങ്ങിയ പേസ്റ്റ് ഇല്ലേ, അതിനേക്കാളും ടേസ്റ്റ് ഇതാണ്. അപ്പം അങ്ങനെ ചെയ്ത് നോക്കട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഉള്ളി ഇടാം. ഉള്ളിയിട്ട് നമ്മൾ നോർമലി വയറ്റി സെറ്റാക്കി എടുക്കുമ്പോൾ തന്നെ ഉള്ളി വയലാൻ വേണ്ടി കുറച്ച് കൂടുതൽ ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് കൂടുതലല്ല, കുറച്ച് ഉപ്പിട്ടിട്ട് വയറ്റിയെടുത്താൽ പെട്ടെന്ന് വയന്ന് കിട്ടും കേട്ടോ. പിന്നെ പച്ചമുളകും കരിവേപ്പിലയും കൂടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വയറ്റിയാൽ സെറ്റായി വരും കേട്ടോ. ഒരുപാട് വയന്നങ്ങ് വെന്ത് പോകണമെന്നില്ല, നമ്മുടെ മസാല കുറച്ച് കടിക്കുന്ന രൂപത്തിൽ അങ്ങനെ ചെയ്താലും രസമാണ്. അങ്ങനെ സെറ്റാക്കി എടുക്കാം. നമ്മളിത് ആവിക്കൊക്കെ വേവിച്ച് വരുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ നമ്മളിതിലേക്ക് പൗഡേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത് ചിക്കൻ മസാല, അതുപോലെ തന്നെ ഗരം മസാലയാണ് കേട്ടോ. അല്ലാതെ ഒരുപാട് ഫ്ലേവേഴ്സ് ഒന്നും ഇടണ്ട. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതെൻ്റെ അമ്മൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു മസാലയാണ്, ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ചേർത്താലും മതി. പിന്നെ നമുക്കിതിലേക്ക് ചിക്കനാണ് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനില്ലേ, അത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ അതിൽ ഇതുപോലത്തെ വേവാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് വേവാത്ത കഷ്ണങ്ങൾ കേട്ടോ, അരയാത്ത കഷ്ണങ്ങൾ ഉണ്ടാവും, അത് എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി ഒന്ന് പൊടിച്ചു കൊടുത്താൽ മതി. വലിയ കഷ്ണങ്ങളെക്കാളും നന്ദി ഇങ്ങനെ പൊടിഞ്ഞെടുക്കുമ്പോൾ മസാല എല്ലാ ഭാഗത്തും ആയി കിട്ടുമല്ലോ. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാവ് മസാല ഇപ്പം എല്ലാം റെഡിയാണ്. നമ്മളിത് ചെയ്തെടുക്കുന്നത് ആവിക്ക് വേവിക്കാനുള്ളൂ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇഡ്ഡലിപ്പാത്രത്തിൻ്റെ മൂടി ഇങ്ങനെ തിരിച്ചിടാം കേട്ടോ ചെയ്ത്. ഞാൻ ഒരു കുഴിയുള്ള ഒരു കേക്ക് പോലെ രൂപത്തിൽ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് കുഴിയുള്ള പാത്രമാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരന്ന പാത്രം വേണമെങ്കിലും വെക്കാം. എനിക്ക് ആ ഒരു ഷേപ്പ് അങ്ങനെ ആയി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് തടവിയിട്ട് വെക്കുക, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തടവിയിട്ട് വെക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. പാത്രം ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ചൂടായി വരും. പിന്നെ നമ്മൾ അതിലേക്ക് ആദ്യം നമ്മുടെ മാവാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മുടെ മാവ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കുക്കാക്കുക, അല്ലെങ്കിൽ 1 മിനിറ്റ് ഒന്ന് കുക്കാവുന്ന സമയത്ത് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ മാവ് ഒഴിച്ചാൽ ഉടനെ തന്നെ മസാല ഇടുകയാണെങ്കിൽ അത് അടിയിലായിട്ട് നിൽക്കും. മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ഇടുന്നതാട്ടോ നല്ലത്. ഒന്ന് ജസ്റ്റ് വെന്ത് വരുന്ന സമയത്ത് ഇതിട്ടാൽ കുറച്ചും കൂടി മോൾ ഭാഗത്ത് ഒരു വൃത്തിയായിട്ട് നിൽക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത്. നമ്മുടെ മാവ് ഒഴിക്കുക, മസാല ഇടുക,
പിന്നെ കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ മാവ് ഒഴിക്കുക, മസാല ഇടുക, വേവിക്കുക. അതാണ് കേട്ടോ അതിൻ്റെ പ്രോസസ്സ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഒഴിച്ച് പിന്നെ ഇതാ നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മാവ് ഒഴിക്കുന്നതാണ്. ആ മസാലയൊക്കെ ഒന്ന് മുങ്ങി വരുന്ന രൂപത്തിൽ മാവ് ഒഴിച്ചെടുക്കാം. പിന്നെ കാണുന്ന പോലെ അത്ര ടഫായിട്ടുള്ള പരിപാടിയൊന്നുമല്ല കേട്ടോ, പെട്ടെന്ന് കഴിയും. പെട്ടെന്ന് കഴിയും എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ഒരുപാട് നേരം ഇതിൽ ഇങ്ങനെ നിൽക്കേണ്ട. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് എന്തായാലും വേവണം കേട്ടോ. നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് ഇങ്ങനെ വൈറ്റ് കളറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വെന്തിട്ടില്ല എന്നാണ്. കുറച്ചും കൂടി ടൈം എടുത്ത് വേവിക്കണം കേട്ടോ. എനിക്കൊരു അബദ്ധം പറ്റി, ഞാനത് ശ്രദ്ധിക്കാതെ വീണ്ടും ഒഴിച്ച്. പിന്നെ നമ്മൾ നോമ്പുറക്കാനുള്ള ടൈം ആയിക്കല്ലോ, അതുകൊണ്ട് ചെയ്തെടുത്തതാണ് പെട്ടെന്ന്. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വൈറ്റ് കളറാണെങ്കിൽ കുറച്ച് നേരം കൂടി വേവിച്ചതിന് ശേഷം മാത്രം നെക്സ്റ്റ് ലെയർ ചെയ്യാട്ടോ. അങ്ങനെ നമ്മുടെ പാത്രത്തിൽ പറ്റുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്തെടുക്കുക. ഒരുപാടാവരുത്, എന്നാലും അത്യാവശ്യം ഒരു ലെയറുള്ള ടൈപ്പിൽ നമ്മൾക്ക് അറിയാമല്ലോ എത്ര ചെയ്തെടുക്കാൻ പറ്റുന്നു. ആ രൂപത്തിൽ നമുക്കിതിങ്ങനെ ലെയർ ചെയ്തിട്ട് കടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തെടുത്ത മസാലയിൽ ചിക്കന് പകരം നമുക്ക് ഫിഷ് ഇട്ടിട്ട് ചെയ്യും. അതിന് മീൻ പത്തിരി, അതും നല്ല അടിപൊളി കേട്ടോ. ഞാനിതൊക്കെ വയനാട്ടിൽ വന്നതിൻ്റെ ശേഷമാണ് കഴിക്കുന്നത്. ഇവിടെ ഇറച്ചിപ്പത്തിരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മുടേത് വേറെ പത്തിരിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നതാണ്. രണ്ടും രണ്ട് ഐറ്റമാണ്. അതിലൊക്കെ വെച്ച് ചെയ്തെടുക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാനിത് അത്യാവശ്യം വലിയ പത്തിരി ആയിക്കോട്ടെ അല്ലെങ്കിൽ വലിയ കട്ടുള്ളത് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരുപാട് ലേയേഴ്സ് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ വെള്ള കളറ്, അത് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു നല്ല വൈറ്റ് ആവാതെ ട്രാൻസ്പെറൻറ്റ് കളറാവും വരെ വേവിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഉള്ളു വേവാത്ത പോലെ നിങ്ങൾക്ക് തോന്നും, ഒരു ചെറിയ വേവ് കുറവുള്ള പോലെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് വേവിച്ചിട്ട് മാത്രം ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിതുപോലെ പെട്ടെന്ന് ലെയേഴ്സൊക്കെ ആയിട്ട് ഒഴിച്ചെടുത്ത് സെറ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇറച്ചിപ്പത്തിരി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് വെന്തിട്ടില്ല, കുറച്ച് നേരം കൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഈ കളറാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ട്രാൻസ്പെറൻ്റ് ആവും വരെ വെയിറ്റ് ചെയ്യണം. നിങ്ങളിതാ ഇറച്ചിപ്പത്തിരി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് ചെറിയൊരു പൊട്ടലും കീറലൊക്കെ ഉണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നിങ്ങളൊന്ന് എന്തായാലും ചെയ്ത് നോക്കട്ടെ. ഒരുപാട് എണ്ണക്കടികൾ കഴിച്ച് മടുത്തിരിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കും. നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ. ചിക്കനോ ഇറച്ചിയോ അല്ലെങ്കിൽ മീനോ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഈ നോമ്പിലൊന്ന് ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. അപ്പോൾ ഇത്രയല്ലോ. അപ്പോൾ ഓക്കെ, ബായ്.